ചെമ്പനീർ പൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രേവതിക്ക് ആദ്യത്തെ വെഡ്ഡിംഗ് ഡെക്കറേഷൻ ഓർഡർ കിട്ടി. രേവതി ആ സന്തോഷ വാർത്ത എല്ലാവരോടും പറയുകയാണ്. അതൊട്ടും ഇഷ്ടപ്പെടാത്ത ചന്ദ്രമതി ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് പറയുകയാണ്. വീട്ടിലെ ജോലി ചെയ്യാനേ അവൾക്കിപ്പോൾ സമയമില്ല, ചന്ദ്രമതി പറഞ്ഞു. ചന്ദ്രമതി പറയുന്നതൊന്നും കാര്യമാക്കേണ്ട എന്ന് രവീന്ദ്രൻ രേവതിയോട് പറയുകയാണ്. ചന്ദ്രമതിക്ക് രേവതി സ്വീറ്റ്സ് കൊടുത്തപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ കഴിക്കാതിരുന്നാൽ വയറുവേദന വരും എന്ന് പറഞ്ഞ് ചന്ദ്രമതി ലഡു എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല, നമ്മൾ വ്രതമെടുത്തിരിക്കുകയല്ലേ, ദാഹിച്ചാൽ പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയെ തടയുകയാണ്. വർഷയ്ക്ക് സ്വീറ്റ്സ് എടുക്കാൻ രേവതി നോക്കുന്നത് കണ്ട് ചന്ദ്രമതി പറഞ്ഞു, അവളെ നോക്കുകയൊന്നും വേണ്ട, അവൾ എടുക്കില്ല, ഈ നൂറ്റാണ്ടില് അവളുടെ പിടക്കം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഇത് കേട്ട് രേവതിയും വർഷയും പരസ്പരം ചിരിച്ചു. ചന്ദ്രമതി പറയുന്നത് കേട്ട് ശ്രീകാന്തും രവീന്ദ്രനും വർഷയോട് സ്വീറ്റ്സ് എടുക്കാൻ പറയുകയാണ്. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് വർഷയും സ്വീറ്റ്സ് എടുത്തു. രേവതി സച്ചിയോടും ഈ സന്തോഷ വിവരം പറയുകയാണ്. ഇത് കേട്ട് ഇത് ആഘോഷമാക്കണമെന്ന് സച്ചി പറഞ്ഞു. സച്ചി എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നു. രേവതി അഡ്വാൻസ് കിട്ടിയ 10,000 രൂപ സച്ചിക്ക് കൊടുത്തു. അതിൽ നിന്ന് 2,000 രൂപയും വാങ്ങി രേവതി ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. പതിവായി വാങ്ങുന്ന ചിക്കൻ കട അടച്ചിട്ടിരിക്കുന്നതിനാൽ രേവതി പരിചയക്കാരിയായ രുക്മിണി ചേച്ചിയോടൊപ്പം വീരാന്റെ കടയിലേക്കാണ് പോകുന്നത്. രേവതിയെ കണ്ട വീരാൻ ഒരു തോർത്തുകൊണ്ട് മുഖം മൂടുകയാണ്. എന്തിനാണ് തോർത്തുകൊണ്ട് മുഖം മൂടിയിരിക്കുന്നത് എന്നവർ ചോദിച്ചപ്പോൾ അത് ജലദോഷം കൊണ്ടാണെന്നും വീരാൻ പറയുന്നു. ഇറച്ചിക്ക് എത്രയായി വില എന്ന് രേവതി ചോദിച്ചപ്പോൾ വീരാൻ സംസാരിക്കാതെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. അത് രേവതിക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് ഇറച്ചിയുടെ വില വീരാൻ കാൽക്കുലേറ്ററിൽ എഴുതി കാണിക്കുകയാണ്. രേവതി ചിക്കൻ നല്ലതാണെങ്കിൽ വീണ്ടും വരാമെന്ന് വീരാനോട് പറയുന്നു. ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് പാത്രവും സ്റ്റൗവും ഒക്കെയായി സച്ചി വന്നു. 25 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കണമെന്ന് സച്ചി അവരോട് പറയുകയാണ്. രേവതിക്ക് ഓർഡർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവരുണ്ടാക്കുന്ന ബിരിയാണി അല്ലേ ഇത്? നീയും രേവതിയും തമ്മിൽ പിണക്കത്തിലല്ലേ? അപ്പോൾ ബിരിയാണി എങ്ങനെ കഴിക്കും എന്ന് ചന്ദ്രമതി വർഷയോട് ചോദിക്കുകയാണ്. എല്ലാ ദിവസവും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയല്ലേ ഞാൻ കഴിക്കുന്നത്? ഭക്ഷണവും പിണക്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, വർഷ പറയുന്നു. അപ്പോഴേക്കും ചിക്കൻ വാങ്ങി രേവതിയും എത്തി. സുധിയും ഞാനും വ്രതത്തിലുള്ളപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ ചിക്കൻ വയ്ക്കാൻ പറ്റില്ല എന്ന് ചന്ദ്രമതി പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ബിരിയാണി ഉണ്ടാക്കാനായി പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാവരും ചേർന്ന് ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സുധി ബിരിയാണിയുടെ മണം കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. മണം കിട്ടിയ ചന്ദ്രമതിയും സഹിക്കാൻ വയ്യാതെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.